പ്രതിരോധ മരുന്നുകളും കുത്തിവയ്പ്പുകളും നമുക്ക് എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ജനിച്ച ഉടനെ കൊടുക്കുന്ന ചില വാക്സിനുകളുണ്ട്, ഏതാനും മാസം കഴിഞ്ഞ് കൊടുക്കുന്ന ചിലതുണ്ട്, അങ്ങനെ ഓരോ സമയത്ത് കൊടുക്കുന്ന വാക്സിനുകളുണ്ട്. ഏതായാലും ഈ വാക്സിനുകളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? മുൻകൂട്ടി രോഗങ്ങളിൽ നിന്ന് എങ്ങനെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്? ഇതിനൊക്കെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? വാക്സിനുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നറിയാൻ നമ്മുടെ ശരീരം എങ്ങനെയാണ് രോഗങ്ങളിൽ നിന്ന് അതിനെ തന്നെ സംരക്ഷിക്കുന്നതെന്നറിയണം. രോഗമുണ്ടാക്കാൻ പ്രാപ്തിയുള്ള സാധനങ്ങൾ, അവ ബാക്ടീരിയകളോ വൈറസുകളോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അതിനെയൊക്കെ പാത്തജൻസ് എന്നാണ് വിളിക്കുന്നത്. ഈ പാത്തജൻസിൻ്റെ പ്രാഥമിക ആക്രമണത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഇമ്മ്യൂൺ സിസ്റ്റമാണ് നമ്മുടെ ഇനേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം. അതിൻ്റെ ഭാഗങ്ങളാണ് നമ്മുടെ ത്വക്ക്, ശ്വാസനാളത്തിലുള്ള ദ്രാവകങ്ങൾ, ശരീരത്തിൽ കാണുന്ന ചില തരത്തിലുള്ള കോശങ്ങൾ എന്നിവ. പിന്നെ ചുമ, തുമ്മൽ എന്നിവയൊക്കെ ഇനേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ ദൃശ്യമായ തെളിവുകളാണ്. ഇനേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് ജന്മസിദ്ധമായ ഒരു ഇമ്മ്യൂൺ സിസ്റ്റമാണ്, രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനുള്ള ആദ്യപടി. അടുത്തതാണ് നമ്മുടെ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ അക്വയർഡ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇതിൽ ബി സെല്ലുകൾ, ടി സെല്ലുകൾ എന്നൊക്കെ പറഞ്ഞ കുറേയധികം സെല്ലുകളുണ്ട്. ഇവ ഈ പാത്തജൻസിനോട് പോരാടാനും അവയെപ്പറ്റി പഠിച്ച് അതനുസരിച്ച് കരുക്കൾ നീക്കാനും ശരീരത്തെ സഹായിക്കും. അത് മാത്രമല്ല, ആ പാത്തജൻസിനെ പറ്റി പഠിച്ച കാര്യങ്ങൾ ഓർത്തു വയ്ക്കാനും ഇവ ശരീരത്തെ ഇടയാക്കുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, രോഗാണുവിനോട് പോരാടിയതിന് ശേഷം അതിൽ ഉൾപ്പെട്ടിരുന്ന മിക്ക ബി സെല്ലുകളും ടി സെല്ലുകളും നശിച്ചു പോകും. പക്ഷേ കുറേയൊക്കെ മെമ്മറി സെല്ലുകളായി മാറി ശരീരത്തിൽ കിടക്കും. ചിലപ്പോൾ ഏതാനും മാസത്തേക്കോ വർഷങ്ങളോ ചിലപ്പോൾ ജീവിതകാലം മുഴുവനോ ഈ മെമ്മറി സെല്ലുകൾ ശരീരത്തിൽ നിലനിൽക്കും. പിന്നീട് എപ്പോഴെങ്കിലും അതേ രോഗാണുവോ അതിനോട് സമാനമായ രോഗാണുവിൻ്റെ ആക്രമണമോ ഉണ്ടായാൽ ശരീരം ആദ്യം തൊട്ട് അതിനെപ്പറ്റി പഠിച്ച് അതിനെ പോരാടി സമയം പാഴാക്കേണ്ട കാര്യമില്ല. ഇതിനു മുമ്പ് പഠിച്ച കാര്യങ്ങൾക്ക് അനുസൃതമായി കരുക്കൾ നീക്കിയാൽ മാത്രം മതി. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ചില പാത്തജൻസിനോടുള്ള പോരാട്ടം ഒരു ജീവൻ മരണ പോരാട്ടമായേക്കാം. ഇനി ജീവൻ നഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ആ പോരാട്ടത്തിൽ ശരീരത്തിൻ്റെ സ്വന്തം ഭാഗങ്ങൾക്ക് പോലും ചിലപ്പോൾ നികത്താനാകാത്ത കേട് വന്നേക്കാം. അത് മാത്രമല്ല, ഒരുപാട് ഊർജവും അതിനുവേണ്ടി ശരീരം ചിലവാക്കണം. വീണ്ടും ആ റിസ്കുകളെല്ലാം എടുക്കേണ്ട ആവശ്യം ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം ഇല്ലാതാക്കുന്നു. വാക്സിനേഷൻ ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ ഈ കഴിവിനെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. അതായത് നമ്മൾ കൃത്രിമമായി അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റത്തെ പരിശീലിപ്പിച്ച് മെമ്മറി സെല്ലുകളെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു രോഗാണുവിൻ്റെ ചാകാറായതോ ചത്തതോ ജനറ്റിക്കലി മോഡിഫൈ ചെയ്തതോ ചെറിയ കഷണങ്ങളോ പോലും ശരീരത്തിലേക്ക് കയറ്റിവിടും. ഇവ ശരീരത്തിന് ദോഷം ചെയ്യാൻ മാത്രം അപകടകാരികളല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് അങ്ങനെ ചെയ്യുന്നത്. ആ ഉറപ്പാക്കൽ പ്രക്രിയ അതിസങ്കീർണവും ദൈർഘ്യമേറിയതും വിവിധ വശങ്ങളെപ്പറ്റി പഠിച്ചിട്ടും ചെയ്യുന്നതുമായതിനാൽ വാക്സിനുകൾ ഉണ്ടാക്കാൻ ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം. ഏതായാലും ഈ അപകട സാധ്യത തീരെ കുറഞ്ഞ പാത്തജൻസിനെ ശരീരം എളുപ്പം കീഴടക്കും. മിക്കപ്പോഴും ഗൗരവമേറിയ സൈഡ് എഫക്റ്റുകൾ ഇല്ലാതെ തന്നെ. ഒപ്പം അതിൻ്റെ ഒരു രേഖയും മെമ്മറി സെല്ലുകളിൽ സൂക്ഷിക്കും. ഫലം എന്താ? ആ രോഗത്തോട് നമ്മുടെ ശരീരം ഇമ്മ്യൂൺ ആയിരിക്കും. ഏതെങ്കിലും സാഹചര്യവശാൽ ഒറിജിനൽ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചാൽ പോലും രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പോലും അറിയുന്നതിന് മുമ്പ് ശരീരം അതിനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാകും. ഈ കണ്ടെത്തൽ ഒരുപാട് മരണവും ദുരിതവും ഒഴിവാക്കാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എന്തിന്? വാക്സിനുകളുടെ ഫലമായി ചില രോഗങ്ങൾ ഇപ്പോൾ നാമാവശേഷമാണ്. വാക്സിനുകൾക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് വാക്സിനുകൾ ഓട്ടിസം ഉണ്ടാക്കുന്നു എന്നത്. അത് ശരിക്കും ഒരു അസത്യമാണ്. ഒരുപാട് ആളുകൾ അങ്ങനെ ധരിക്കാൻ കാരണം 1998 പ്രസിദ്ധീകരിച്ച ഒരു പഠനമാണ്. ആ പഠനത്തിൽ കണ്ടെത്തിയെന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് പിന്നീട് നടത്തിയ ഒരുപാട് അംഗീകൃതമായ പഠനങ്ങൾ തെളിയിച്ചു. ആ പഠനം പ്രസിദ്ധീകരിച്ച ഡോക്ടറിന്റെ ലൈസൻസ് കട്ട് ചെയ്യുകയും ചെയ്തു. ഇന്ന് ഒരുപാട് കുട്ടികളിൽ ഓട്ടിസം ഉണ്ടാകുന്നുണ്ടെങ്കിലും അവയ്ക്കൊന്നും കാരണം വാക്സിനുകളല്ല. അടുത്തതാണ്, വാക്സിനുകൾ കൊടുത്ത് പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിനേക്കാളും നല്ലത് നാച്ചുറലായിട്ട് വർദ്ധിപ്പിക്കുന്നതാണ് നല്ലത് എന്നത്. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി നേടിക്കഴിഞ്ഞാൽ മിക്കപ്പോഴും അത് വളരെ ശക്തമായിരിക്കും. പക്ഷേ അതിൻ്റെ അപകടങ്ങൾ ഗുണങ്ങളെക്കാൾ കൂടുതലാണ്. ഉദാഹരണത്തിന്, മീസിൽസ് എന്ന അസുഖം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് മരിക്കാനുള്ള സാധ്യത 500-1. എന്നാൽ അതിന് വാക്സിൻ എടുത്തത് മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഗൗരവമുള്ള സൈഡ് എഫക്റ്റ് 10,00,000-1. മിക്കപ്പോഴും ആ സൈഡ് എഫക്റ്റ് ചികിത്സിച്ച് ഭേദമാക്കാനും പറ്റും. പിന്നെ ഒരു പാത്തജന്റെ സമ്പൂർണ്ണ ആക്രമണം കാരണം ജീവിതകാലം മുഴുവനും ചില വൈകല്യങ്ങളും വലിയ ബുദ്ധിമുട്ടുകളും കൊണ്ടു നടക്കേണ്ടി വരും. അതിലും ഭേദം വാക്സിനേഷൻ അല്ലേ? പിന്നെ അടുത്തതാണ്, വാക്സിനുകളിൽ ഒരുപാട് കെമിക്കലുകളുണ്ട് എന്നുള്ളത്. തീർച്ചയായും കെമിക്കലുകളുണ്ട്, പക്ഷേ ഒരളവിൽ കൂടിയാൽ മാത്രമേ അവ ശരീരത്തിന് ദോഷം ചെയ്യും. ആ ഒരു താരതമ്യത്തിൽ വെള്ളം പോലും അധികം കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് കേടാം. ഇനി ഈ കെമിക്കലുകളിൽ പലതും നമ്മുടെ ശരീരം തന്നെ നാച്ചുറലായിട്ട് വാക്സിനുകളിലുള്ള അളവിനേക്കാൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ വാക്സിൻ എന്ന് വെച്ചാൽ പാത്തജൻ തന്നെയല്ലേ? അതുവഴി അസുഖം പിടിക്കത്തില്ലേ? വാക്സിനേറ്റ് ചെയ്യുമ്പോൾ ചില രോഗലക്ഷണങ്ങളൊക്കെ വളരെ ചുരുക്കം ചില കേസുകളിൽ കാണിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇത് പാത്തജനോടുള്ള ശരീരത്തിൻ്റെ നാച്ചുറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്, ആ പാത്തജൻ ഉണ്ടാക്കുന്ന രോഗമല്ല. ഇന്ന് ഈ പറഞ്ഞ രോഗങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് വാക്സിനേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈ രോഗങ്ങളൊക്കെ പിന്നെയും തലപൊക്കത്തിലാകിയില്ല. പിന്നെ ഇപ്പോഴും ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്.
അങ്ങനെയുള്ള ആളുകളെ വാക്സിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് റിസ്ക്കാണ്. ഒരു സമൂഹത്തിൽ കുറേയധികം ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് ബലഹീനമായ ഇമ്മ്യൂണിറ്റി ഉള്ളവർക്കും ഒരു സംരക്ഷണമാണ്. ഇതിനാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. കുറേ പേര് വാക്സിനേറ്റ് ചെയ്യുന്നില്ലെങ്കിലോ ഹേർഡ് ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടാനും ബലഹീനമായ ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ളവരെയും അത് കാര്യമായി ബാധിക്കാനും സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഒരു പ്രദേശത്ത് ഇല്ലാത്ത രോഗം വേറൊരു സ്ഥലത്ത് സർവ്വസാധാരണമായിരിക്കും. ഇന്ന് നമ്മൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ, രാജ്യത്തിനകത്തും പുറത്തും. വാക്സിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് പാത്തജൻസിൻ്റെ അനാവശ്യമായ സഞ്ചാരം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മൾ വാക്സിനേറ്റ് ചെയ്യുന്ന രോഗങ്ങളുടെ യഥാർത്ഥ ഭീകരത അറിയണമെങ്കിൽ നെറ്റിലൊന്ന് നോക്കിയാൽ മതി. അതിനോടുള്ള താരതമ്യത്തിൽ വാക്സിനേഷൻ ചെയ്തുകൊണ്ടുണ്ടാകുന്ന നിസ്സാരമായ ബുദ്ധിമുട്ടുകൾ അവ ഉണ്ടായാൽ തന്നെ ഒന്നുമല്ല. ഇതുപോലെ മറ്റേതെങ്കിലും വിഷയത്തെപ്പറ്റി അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കമൻറ്റ് ചെയ്യൂ, ഞങ്ങൾ അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം.